നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിയൻ സൂപ്പർ താരങ്ങൾ ഒന്നൊന്നായിട്ട് സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് സമീപകാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുട്ബോൾ ലോകം അടക്കി ഭരിക്കുമെന്ന് പലരും കരുതിയൊരു ജനറേഷൻ, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഒന്നും ഉണ്ടാക്കാതെയാണ് അവർ മടങ്ങുന്നത്. പലരുടെയും ക്ലബ് ഫുട്ബോൾ കരിയർ പോലും അവരുടെ ചെറിയ പ്രായത്തിൽ തന്ന പ്രോമിസിനോടൊപ്പം ഉയരാൻ കഴിയാതെ താഴേക്ക് വീഴുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്, ഒടുവിലത്തെയാളാണ് നെയ്മർ ജൂനിയർ. നോക്കാം നമുക്ക് ഇപ്പോൾ ബ്രസീലിയൻ ലീഗിലേക്ക് മടങ്ങിയെത്തിയിട്ടുള്ള ആ വലിയ പ്രതീക്ഷ നൽകിയ താരങ്ങൾ ആരൊക്കെയാണെന്ന്. ഒന്ന് ഓസ്കാറാണ്. ഓസ്കാർ സാവോപോളോയിലൂടെ വളർന്നു വന്ന താരമാണ്. അവിടെ നിന്ന് ഇൻ്റർനാസിയോണലിലേക്കും പിന്നെ ചെൽസിയിലേക്കും ഒക്കെ പോയി. വലിയ പ്രതീക്ഷയായിരുന്നു ഓസ്കർ എന്ന മധ്യനിര താരത്തിൽ ഉണ്ടായിരുന്നത്. ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി 48 അന്താരാഷ്ട്ര മത്സരങ്ങളൊക്കെ അദ്ദേഹം കളിച്ചു. പക്ഷേ 2017 പൊടുന്നനെ അദ്ദേഹം യൂറോപ്യൻ ഫുട്ബോളിൽ നിന്ന് പിൻവാങ്ങി ഷാങ്ഹായ് പോർട്ടിലേക്ക് പോയി. അതോടുകൂടി ബ്രസീലിയൻ ദേശീയ ടീമിലേക്കുള്ള വിളിയും നിലച്ചു. ഓസ്കാർ അങ്ങനെ ഫെയ്ഡായി പോകുന്ന, മങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒടുവിലിതാ 2025 അദ്ദേഹം സാവോപോളോയിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. നെയ്മർ ജൂനിയറുടെ പ്രസൻറ്റേഷൻ 1 തീയതി ഫെബ്രുവരി 1 സാൻഡോസ് നടത്താൻ തീരുമാനിക്കുമ്പോൾ അന്ന് സാവോപോളോയുമായിട്ട് അവർക്ക് സാൻഡോസിന് കളിയുണ്ട് എന്ന കാര്യം കൂടി ഓർക്കുക. അന്ന് നെയ്മറും ഓസ്കറും വീണ്ടും കാണുമോ? കാത്തിരുന്ന് കാണാം. നെയ്മർ എന്തായാലും അന്ന് കളിക്കളത്തിൽ ഉണ്ടാവില്ല. മറ്റൊരു ഗോൾഡൻ ബോയ് എന്ന രൂപത്തിൽ കണക്കാക്കിയ താരമാണല്ലോ ഫിലിപ്പെ കുട്ടീഞ്ഞോ. നെയ്മറുടെ അതേ പ്രായം, 32 വയസ്സ്. ബ്രസീലിയൻ ലീഗിൽ അദ്ദേഹം വളർന്നു വന്നു. വാസ്കോഡ ഗാമയിലൂടെ യൂത്ത് കരിയർ, പിന്നെ ഇൻ്റർ മിലാനിലേക്ക് പോയി. വാസ്കോഡ ഗാമയിൽ അദ്ദേഹം ലോണിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ലിവർപൂളിലേക്ക് എത്തിയതോടുകൂടിയാണ് അവൻ്റെ പ്രശസ്തി പരകോടിയിലേക്ക് എത്തിയത്. അവിടെ നിന്ന് ബാഴ്സലോണയിലേക്ക് പോയ നീക്കം ഒരു പിഴച്ച ചുവടായിരുന്നു. അതിനുശേഷം ബയേൺ മ്യൂണിക്കിൽ ലോണിൽ ആസ്റ്റൺ വില്ലയിൽ പോയി. അവിടെ നിന്ന് അൽ ദുഹൈലിലേക്ക് പോയിട്ട് 2024 വീണ്ടും താൻ തുടങ്ങിയെടുത്ത് അദ്ദേഹം തിരിച്ചെത്തി വാസ്കോഡ ഗാമയിൽ. 2010 2022 ഇടയ്ക്ക് 68 അന്താരാഷ്ട്ര മത്സരങ്ങൾ ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ലിറ്റിൽ മജീഷ്യൻ എന്ന് വിളിച്ചിരുന്ന താരത്തിൻ്റെ നിലവാരം വളരെ താഴെയാണ് എന്നതാണ് യാഥാർത്ഥ്യം. വീണ്ടും ഒരിക്കൽ കൂടി ബ്രസീലിയൻ ലീഗിലൂടെ തൻ്റെ കരിയർ തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. അതുപോലെ തന്നെ ചേർത്ത് വായിക്കേണ്ട 32-കാരനായിട്ടുള്ള മറ്റൊരു താരമാണ് ലൂക്കാസ് മൗറ. വലിയ രൂപത്തിൽ പ്രതിഭാതനൻ എന്ന രൂപത്തിൽ കണ്ടയാളാണ്. സാവോപോളോയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെയും വളർച്ച. പിന്നീട് PSG-യിൽ, ടോട്ടനാം ഹോട്ട്സ്പറിൽ, ഒടുവിൽ 2023 സാവോപോളോയിലേക്ക് തന്നെ അദ്ദേഹം മടങ്ങിയെത്തി. ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി 37 അന്താരാഷ്ട്ര മത്സരങ്ങൾ. അങ്ങനെ ബ്രസീലിൻ്റെ ഒരു കാലത്ത് ലോകം പിടിച്ചു കുലുക്കുമെന്ന് പ്രതീക്ഷിച്ച ജനറേഷനിൽ പെട്ടിട്ടുള്ള ഓരോരുത്തരായിട്ട് മടങ്ങിയെത്തുന്നു. ഒടുവിലിതാ നെയ്മർ ജൂനിയറും താൻ കളിച്ചിടത്ത് തിരികെ എത്തുന്നു. സാൻഡോസിലൂടെ വളർന്ന നെയ്മർ പിന്നീട് ബാഴ്സലോണയിലേക്കും PSG-യിലേക്കും പോയി. അൽ ഹിലാലിലേക്കുള്ള പോക്ക് വലിയ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ കരിയറിനെ താഴേക്ക് വലിച്ചു. പരിക്കാണ് അദ്ദേഹത്തെ അവിടെ വലച്ചത്. ഒടുവിൽ അൽ ഹിലാലിൽ നിന്ന് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്ത് തിരികെ സാൻഡോസിലേക്ക് അദ്ദേഹം മടങ്ങുന്നു. സോ ബ്രസീലിയറോ സിരിയയിൽ ആ പഴയ ഗോൾഡൻ ബോയ്സ് ഒരുമിച്ചിറങ്ങുന്നൊരു സീസണാണ് വരാൻ പോകുന്നത്. എന്ത് സംഭവിക്കും? ഇവരിൽ ആര് തങ്ങളുടെ കരിയർ വീണ്ടും തിരികെ പിടിക്കും? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.